നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ തിരിച്ചടി, പരാജയം അത് മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് കെട്ടുക എന്ന ലക്ഷ്യവുമായി മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. സാമുദായിക സംഘടനയിലെ നേതാക്കളെ കണ്ട് അവരെ കൊണ്ട് ഈ പരാജയത്തിന്റെ കാരണക്കാരൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറയിപ്പിച്ചെടുക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ മുമ്പിൽ കോലുമായി മാധ്യമപ്രവർത്തകരെത്തി. പതിവ് ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അതായത്, വെള്ളാപ്പള്ളി നടേശൻ സാറേ, നമ്മുടെ എൽ ഡി എഫിന് കനത്ത പരാജയമാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. എന്താണ് വെള്ളാപ്പള്ളി നടേശന് പറയാനുള്ളത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നല്ല ലൈവായിട്ട് ഈ കുത്തിത്തിരിപ്പ് വ്യാജ വാർത്ത ഫാക്ടറി മാപ്പറുകളുടെ കർണമടിച്ചു പോകുന്ന രീതിയിൽ ഒരു ഡയലോഗ് അങ്ങ് അടിച്ചു. അതായത്, എല്ലാ പരാജയവും മുഖ്യന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമം നടത്തണ്ട എന്ന് പറഞ്ഞ് അങ്ങ് മാധ്യമങ്ങളെ, മാപ്രകളുടെ വായങ്ങ് അടപ്പിക്കുന്ന രീതിയിലുള്ള ഗംഭീരമായ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയിരിക്കുന്നത്. അതൊന്ന് നമുക്കൊന്ന് കാണാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ വെക്കണം. മുഖ്യമന്ത്രിയുടെ ശൈലി നിങ്ങൾക്ക് അറിയാമല്ലോ. 2 ടൈം ജയിച്ചപ്പോഴെല്ലാം മുഖ്യമന്ത്രിയുടെ പൊക്കി പിണറായി വിജയൻ വലിയ കേമൻ, അങ്ങനെയുള്ള കഴിവുകളും ഒക്കെ പറ്റി നിങ്ങൾ പ്രശംസിച്ച ആളുകളാണ്. ഇപ്പോൾ ഒരു പാർട്ടി തോൽവിയെ സംബന്ധിച്ചപ്പോൾ പിണറായി കൊള്ളാത്തവനായി. അപ്പം നല്ല കാലത്ത് ഇവരെല്ലാം സൂചിക്കുകയും ഇത് മോശം വന്നപ്പോൾ പിണറായിയുടെ മാത്രം തലയിൽ വെക്കണം. ശരിയാണ്, അത് ശരിയല്ല, മാന്യമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടെ. ഈ തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നും സെൻട്രൽ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. എത്ര കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ച്? കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ജയിച്ച്, ഇത്തവണ ഒരാൾ ജയിച്ച്. ബാക്കിയെല്ലാം എന്നും കോൺഗ്രസ്സുകാർ കൊണ്ടുപോണത്. അത് കഴിഞ്ഞിട്ട് നേരെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരട്ടെ, നേരെ തിരിച്ച് അവിടെ എല്ലാം ഇടതുപക്ഷമാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരെ കാണാറില്ല. അപ്പോൾ ഈ സെൻട്രലിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട എന്നൊരു ചിന്ത. അതിന് നിങ്ങൾ സത്യം തുറന്നു പറയണം. മീഡിയ അത് പറയുന്നില്ലല്ലോ. നിങ്ങൾ പലരും പേടി ചോദിക്കുന്നു, എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല? കാന്തപുരം ഉണ്ടായിട്ട് പോലും മലബാർ പ്രദേശത്ത് കാന്തപുരത്തിന് സപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ ഇടതുപക്ഷത്തിന്. അതിൻ്റെ കാരണമുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP ഇവിടെ വരരുതെന്ന് അഖിലേന്ത്യാ തലത്തിൽ ഉള്ള തീരുമാനം മുസ്ലിങ്ങളുടേതാണ്. ഇന്ത്യ ഭരിക്കാൻ BJP ഉണ്ടാകരുത്. അത് നടപ്പാക്കുക സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ സാധിക്കില്ല. അത് സാധിക്കുന്നത് കോൺഗ്രസിനേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്നുള്ള അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിങ്ങളുടെ തീരുമാനം അവർ നടപ്പാക്കി. അപ്പോൾ നടപ്പിലാക്കിയപ്പോൾ അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ. കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർ BJPക്കെതിരായി നിൽക്കുന്നുള്ളതിന് ഉറപ്പ്. അതിനേക്കാളും സ്ട്രോങ്ങായി നിന്ന് BJPക്കെതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസ്സുകാരായ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവരെല്ലാം കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു. നേരെ തിരിച്ചു വരുമ്പോൾ എടുത്ത് നോക്കിയുള്ളൂ, ഈ പറഞ്ഞ നിലപാട് അവർ മാറ്റും, ഉറപ്പാണ്. അത് കേരളഭരണം വരുമ്പോൾ നേരെ തിരിച്ചും വരും. അങ്ങനെ തിരിച്ചു വന്ന ചരിത്രമല്ലേ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ട് ആരും തുള്ളിയിട്ട് കാര്യമില്ല. ഇതിനിടയിൽ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരെ ഉപദേശിക്കാനും സമയം കണ്ടെത്തുന്നുണ്ട്. അതിനൊരു കയ്യടി കൊടുത്തേ പറ്റൂ. നിങ്ങളും സത്യം തുറന്നു പറയണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ മാപ്രകളോട് പറയുകയാണ്. അതായത്, സത്യം തുറന്നു പറയാതെ പച്ചക്കള്ളം മാത്രം പറയുന്നവരാണ് ഇന്നത്തെ മാധ്യമപ്രവർത്തകരെന്ന് അദ്ദേഹം എത്ര മനോഹരമായാണ് പറഞ്ഞു വെക്കുന്നത്. എല്ലാ മാധ്യമപ്രവർത്തകരോടും എല്ലാവരും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ ധീരതയോടുകൂടി തന്നെ മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറഞ്ഞു. എടേ, ഒന്ന് സത്യം പറയടേ. മാധ്യമങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയാനുള്ള ഉപാധിയായിരിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. നിങ്ങൾ ഈ ഇടതുപക്ഷത്തിനെതിരെ ചമച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വാർത്തകളും പച്ചക്കള്ളവും വ്യാജ പ്രചരണവും കുത്തിത്തിരിപ്പ് വാർത്തയുമാണെന്ന് എനിക്ക് നന്നായി അറിയാം. കേട്ടോടാ അംബാനെ എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരോട് പറയാതെ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഈ ചോദ്യവുമായിട്ട് നമ്മുടെ ഇവിടുത്തെ സാമുദായിക സംഘടനയുടെ നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയി എല്ലാവരും ബൈറ്റ് എടുക്കുന്നുണ്ട്. എന്തിനാണ്? ഈ സാമുദായിക സംഘടനയിലെ നേതാക്കന്മാർ ആരെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ പറയുകയാണെങ്കിൽ ആ പിന്തുണ, ആ സംഘടനയുടെ പിന്തുണ ഇവർക്ക് ഈ പറയുന്ന LDFന് ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാമല്ലോ. അതുവഴി LDF തകർന്നടിയുന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷമാക്കാം. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ്. യാക്കോബായ സഭയെയും മുഖ്യമന്ത്രിയെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കളിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം സംഭവിച്ചു വേറൊന്നുമല്ല, വിവാദത്തിലേക്ക് വലിച്ചിഴച്ചിട്ട
ഗീവർഗീസ് മാർ കൂർലോസ് തന്നെ രംഗത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ ഇടതുപക്ഷം തന്നെയാണെന്ന് പറഞ്ഞോടുകൂടി തന്നെ ആ വിവാദം പൊളിഞ്ഞു. പിന്നെ കോലും പിടിച്ച ഒരു ഒറ്റ ഓട്ടം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അടുത്തേക്കായിരുന്നു. ഇപ്പോൾ NSSൻ്റെ സുകുമാരൻ നായരുടെ അടുത്തും പോയിട്ടുണ്ട്. എങ്ങും പോയിട്ട് ഒന്നും കിട്ടുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വല്ലാത്തൊരു സങ്കടത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞു, അപ്പോഴും ഒരു പ്രസക്തിയും ഇല്ലാത്തൊരു ചോദ്യവുമായി ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നടക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ അടുത്ത് ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിച്ചു. എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇത് പരാജയം അംഗീകരിക്കുന്നു, തിരുത്തലുകൾ എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നേറും എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുമ്പോഴും വളരെ തൃപ്തമായ മറുപടി വേണ്ടപ്പെട്ടവർ കൊടുക്കുമ്പോഴും മാധ്യമങ്ങൾ അതങ്ങ് ചെവിക്കൊള്ളുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അഭിമാനമായിട്ടുള്ള കാര്യം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പ്രതിപക്ഷം അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ പോലും ഒരൊറ്റ മാധ്യമങ്ങളും ഒരു 2 ദിവസം പോലും കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിൽ പോയി ഇത്തരത്തിൽ എന്തുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങിയെന്ന് ചോദിച്ചു കേട്ടില്ലല്ലോ. അവരാണ് ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഇങ്ങനൊരു പരാജയം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതേ ചോദ്യവുമായി ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് വാർത്ത വേറെ ഒന്നുമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി. കടുത്ത ഇടത് വിരുദ്ധതയിൽ നിന്ന് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെത്തിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്ക് പേര് എന്തായാലും മാധ്യമ പ്രവർത്തനം എന്നല്ല, അധാർമിക മാധ്യമ പ്രവർത്തനം എന്നാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ മുഴുവൻ ഇവിടുത്തെ ജനങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരൊറ്റ ഡയലോഗ്. ഇടയ്ക്ക് നിങ്ങളും സത്യം തുറന്നു പറയണമെന്ന്. അതെ, സത്യം തുറന്നു പറയാൻ വേണ്ടിയാണ് ഇവിടെ മാധ്യമങ്ങൾ. ഇന്ന് എന്താണ് മാധ്യമങ്ങൾ ചെയ്ത് കാണിക്കുന്നത്? അതായത് ആരെങ്കിലും ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, വസ്തുതയുണ്ടോ, എന്ത് തെളിവാണുള്ളത് എന്നൊന്നും നോക്കാതെ അയാൾ അതങ്ങ് ചെയ്തു എന്നങ്ങ് ഉറപ്പിച്ച് അങ്ങ് വാർത്ത ചെയ്യും. പിന്നീട് ആരോപണ വിധേയനെന്ന് ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി പറയുന്ന ആളെ അന്തിച്ചർച്ച വരെ നടത്തി കശാപ്പ് ചെയ്യുന്ന വിധി പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ടയില്ല വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്, അങ്ങനെ നടന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, മാധ്യമരംഗം മാറുകയാണ്. ഇത് മാധ്യമ പ്രവർത്തനമൊന്നുമല്ല, അധാർമിക മാധ്യമ പ്രവർത്തനമാണ്. വെറും പൈങ്കിളി വാർത്തകളാണ്. നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസത്തെ എന്തായാലും മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ഇതിനെയാണ് പൈങ്കിളി പ്രവർത്തനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ മുഖ്യമന്ത്രിയുടെ തലയിൽ വെക്കണം. മുഖ്യമന്ത്രിയുടെ ശൈലി ഞങ്ങൾക്ക് അറിയാമല്ലോ. 2 ടൈം ജയിച്ചപ്പോഴെല്ലാം മുഖ്യമന്ത്രിയുടെ പൊക്കി പിണറായി വിജയൻ വലിയ കേമൻ അങ്ങനെയുള്ള കഴിവുകളും ഒക്കെ പറ്റി നിങ്ങൾ പ്രശംസിച്ച ആളുകളാണ്. ഇപ്പോൾ ഒരു പാർട്ടി തോൽവിയെ സംബന്ധിച്ചപ്പോൾ പിണറായി കൊള്ളാത്തവനായി. അപ്പം നല്ല കാലത്ത് ഇവരെല്ലാം സൂചിക്കുകയും ഇത് മോശം വന്നപ്പോൾ പിണറായിയുടെ മാത്രം തലയിൽ വെക്കണം. ശരിയാണ്.